അള്ളാഹുവിൻ്റെ അടിമകളെ, സഹോദര സഹോദരിമാരെ, പടച്ച തമ്പുരാനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത എന്തൊക്കെ തന്നെ ആര് സ്വീകരിച്ചാലും ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്സാബ് സൂറയിലെ 21-ാമത്തെ വചനമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ റസൂലിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃക? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറൻ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നും പരലോകത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് റസൂലിൽ മാതൃകയുണ്ട്. നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ഒരു ജീവിതമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ച് കഴിയുന്ന മുസ്ലിങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിലാണ് റസൂലിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മുസ്ലിമാണ്, അള്ളാഹു ഉണ്ട്, റസൂലുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ റസൂലിനെ മാതൃകയുണ്ടോ? റസൂലിൻ്റെ ജീവിതത്തിലൂടെ റസൂൽ അഭിമുഖീകരിച്ച പല ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ നിലപാട് എന്താണ്? അള്ളാഹുടെ ഈ വർത്തമാനവുമായി ബന്ധപ്പെട്ട് ഉസ്വത്തുൻ ഹസന, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ് എങ്കിൽ നമുക്കതിൽ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃകയുണ്ട്. ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ? കുറച്ചും കൂടെ ഗൗരവപ്പെട്ട മറ്റൊരു വർത്തമാനം, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. എന്താണോ റസൂല് നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക. എവിടെയാണ് സ്വീകരിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ. വമാ നഹാകും അൻഹു ഫൻതഹൂഹു. എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ കേട്ടോ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. ആരോടാണ് ഈ പറയുന്ന വർത്തമാനം? അള്ളാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ചുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ച് കഴിയുന്ന മുസ്ലിങ്ങളോടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ റസൂല് പറഞ്ഞതനുസരിച്ചിട്ടല്ല നമ്മുടെ ജീവിതമെങ്കിൽ അള്ളാഹു അതികഠിനമായി നമ്മെ ശിക്ഷിക്കുന്നവനാണ്. അല്ല, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെയാണോ ഇഷ്ടപ്പെടുന്നത്? ഫത്തബിഊനി യഹ്ബിബുകുമുല്ലാഹ്. ഇനി നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹുവും നമ്മളും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടാൻ എങ്ങനെയാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക? നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട്. പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. എന്തിനാണ്? അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് നമ്മൾ വരണം. അതിനെന്ത് വേണം?
ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ നിങ്ങൾ നടക്കുന്നത്. അതിനെന്താണ് വേണ്ടത്? ഫത്തബിഊനി, ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് അതനുസരിച്ച് കൊണ്ട് എന്ത് വേണം? നമ്മൾ ജീവിക്കണം. അത്തിഉല്ലാഹ വറസൂല ഫഇൻ തവല്ലൗ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ അനുസരിക്കണം. വറസൂല, റസൂലിനെയും അനുസരിക്കണം. ഫഇൻ തവല്ലൗ, നമ്മളെങ്ങാനും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ വഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അവിടെ നിങ്ങൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ സത്യനിഷേധികളെ, കാഫിറിനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ആരാണ് കാഫിർ എന്ന് പറയുന്നത്? സത്യം അറിഞ്ഞ് മനസ്സിലാക്കി ഇത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, മനുഷ്യന്റെ ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള ദീനുൽ ഇസ്ലാമിനെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്, ജീവിതത്തിൽ പാലിക്കേണ്ടത്. എന്നിട്ട് നാളെ ആ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തണമെന്ന അറിവുള്ളവരാണ് നമ്മൾ, അല്ലേ? നമുക്കങ്ങനെ ഒരു ധാരണ നമുക്കില്ലേ? എന്നിട്ട് നമ്മൾ സ്വർഗത്തിലേക്ക് പോണം. നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ തേട്ടമാണ് പടച്ചവനെ ഞങ്ങളെ നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കണമേ, സ്വർഗത്തിലേക്ക് എത്തിപ്പിക്കണമേ. ഇത് നമുക്കറിയാം. അതിനനുസരിച്ചിട്ടുള്ള വഴിയാണ് ദീനുൽ ഇസ്ലാം എന്നും നമുക്കറിയാം. എന്നിട്ട് ഫഇൻ തവല്ലൗ, ഈ വഴി പഠിപ്പിച്ചു തരുന്ന റസൂലിനെ നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ, അനുസരിക്കുന്നില്ല എങ്കിൽ അള്ളാഹു കാഫിറുകളെ ഇഷ്ടപ്പെടൂല. അപ്പൊ നമ്മൾ ആരായി? നമ്മളൊന്നിങ്ങനെ ഒന്ന് പുനഃപരിശോധിച്ചു നോക്കി. അറിഞ്ഞിട്ട് നിഷേധിക്കുന്ന നിഷേധിയാണോ നമ്മൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, ഞാനത് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ അത് രണ്ടും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. ജീവിതത്തിൽ നമ്മൾ വഴിപിഴക്കുകയില്ല. അല്ല, നമ്മൾ എന്നും ഖുർആൻ ഫാത്തിഹ ഓതുന്നവരല്ലേ? 5 നേരവും നമ്മൾ നിന്ന് നമസ്കരിക്കുന്നുണ്ടല്ലോ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ സിറാത്തൽ മുസ്തഖീമിലൂടെ വഴി നടത്തണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിനെ ധിക്കരിച്ച് കോപത്തിന് കാരണമായവരുടെ മാർഗത്തിലാക്കരുതേ. വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലുമായി പോകരുതേ. ഇങ്ങനെ നിങ്ങൾ വഴിപിഴക്കാതിരിക്കാൻ നിങ്ങൾ 2 കാര്യങ്ങൾ, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന 2 കാര്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം. എന്താണത്? കിതാബുല്ലാഹി, ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ, വസുന്നതി, എൻ്റെ ചര്യ, എൻ്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റണം. ഇപ്പൊ ആയത്തും ഹദീസൊക്കെ ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇതും പോരാഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു നേർസാക്ഷ്യമുണ്ട്. മുസ്ലിമായ ഒരുവൻ ജീവിതത്തിൽ 5 നേരം സമ്മതിക്കുന്ന ഒരു പ്രതിജ്ഞ നമ്മൾ സമ്മതിക്കുകയാണ്, പ്രതിജ്ഞ പ്രഖ്യാപിക്കുകയാണ്. ലോകത്ത് ഒരിക്കലും ഈ പ്രഖ്യാപനം നിലക്കുന്നില്ല എന്നാണ്. ഒരു സെക്കൻഡിന് ഒരു ഇടനാഴിയുടെ കീറി മുറിച്ചാൽ പോലും ഈ ഒരു പ്രഖ്യാപനം നമ്മുടെ ജീവിത സാക്ഷ്യം. എന്താണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ വേറൊരു ഇലാഹിനെയും ഞാൻ സ്വീകരിക്കുകയില്ല. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
എൻ്റെ ജീവിതത്തിന്റെ റസൂലായി വഴികാട്ടിയായിക്കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് എൻ്റെ സാക്ഷ്യമാണ്. എന്താണ് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ? ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വെറും വാക്ക് കസർത്തല്ല, ബാങ്കിലൂടെ നിന്ന് മുഅദ്ദിനിങ്ങനെ 5 നേരവും വിളിച്ചു പോവുകയാണ്. നമ്മളത് ഏറ്റുപറയുകയാണ്. ഇത് വെറും വാക്ക് കസർത്തല്ലല്ലോ. എന്താണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ? ഒരു മുസ്ലിമാകുവാൻ നിർബന്ധമായ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെറും നാവ് കൊണ്ട് പറയില്ല, അല്ലല്ലോ. എൻ്റെ ജീവിതം കൊണ്ട് എന്താണോ അള്ളാഹുവും റസൂലും ചെയ്തത്, പറഞ്ഞത്, അത് അപ്പടി ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തും. ഇത് സാക്ഷ്യപ്പെടുത്താതെ കണ്ട് എൻ്റെ ഈമാനും ഇസ്ലാമും പൂർണ്ണമാവുകയില്ല. നബിയുടെ ജീവിതത്തിന്റെ നേർസാക്ഷ്യം അത് ഞാനായിട്ട് മാറുകയാണ്. ഞാനായിട്ടത് പ്രയോഗവൽക്കരിക്കും. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും, എൻ്റെ ജീവിതത്തിന്റെ ഒരു രാവും പകലും ആ റസൂലുമായിട്ടുള്ള എൻ്റെ ബന്ധം എൻ്റെ ജീവിതത്തിൽ ഉറക്കത്തിൽ പോലും, ഉണർവിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ജോലിസ്ഥലങ്ങളിൽ ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ഞാൻ ആ റസൂലിൽ നിന്ന് എനിക്ക് മാതൃകയുണ്ട്. ഇല്ലേ? നമുക്ക് മാതൃകയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയില്ലാത്തത്? പള്ളിയിൽ മാതൃകയുണ്ടോ? എല്ലാവരും അവ്വലു സഫിൽ നല്ല താടി വളർത്തുന്നു. ഒരുപക്ഷേ റസൂല് പറഞ്ഞിട്ടുണ്ട്, നെരിയാണിക്ക് താഴെ എങ്ങാനും വസ്ത്രം അഹങ്കാരത്തോടുകൂടി വലിച്ചിഴച്ചാൽ അവൻ ആ ഭാഗം നരകത്തിലാണ് എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ അഹങ്കാരമില്ലാഞ്ഞിട്ടും വളരെ ബോധപൂർവം ഇങ്ങനെ സ്കെയില് വെച്ച് അളന്ന് നെരിയാണിക്ക് മേതെ നമ്മൾ വസ്ത്രം ധരിക്കാൻ, നമ്മൾ റസൂലിന്റെ മാതൃക പിൻപറ്റാൻ സന്നദ്ധരാകുന്ന നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് പുനരാലോചിക്കൂ. റസൂലിന്റെ ആ സുന്നത്ത്, ആ ചര്യയെ നമ്മൾ പുനർജീവിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ എവിടെയാണോ പെരുമാറുന്നത് അവിടെ റസൂലിന്റെ ശാസനകളും നിർദ്ദേശങ്ങളും നമ്മൾ വിസ്മരിക്കപ്പെട്ടു പോകുന്നുണ്ടോ? അല്ല, നമ്മളൊക്കെ ഇപ്പൊ റബീഉൽ അവ്വലിലാണല്ലോ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സ്മരിക്കപ്പെടുകയും റസൂലിനോടുള്ള ഒരു ഹുബ്ബ് പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ ഒരു തയ്യാറെടുപ്പ് കൊണ്ട് റസൂലിനോടുള്ള സ്നേഹം നമുക്ക് പൂർത്തിയാകുമോ സഹോദരന്മാരെ? നമ്മുടെ ജീവിതം കൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തണ്ടേ? നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങളെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക, റസൂലിനെ പിൻപറ്റുക, എങ്കിലേ അള്ളാഹു നമ്മെയും സ്നേഹിക്കും എന്ന് പറഞ്ഞ പോലെ റസൂലെങ്ങാനും ഇവിടെ മടങ്ങി വന്നു എന്ന് വെക്കുക, നമ്മുടെ ഈ സ്നേഹങ്ങളും ഈ കോപ്രായങ്ങളും ഈ കാട്ടിക്കൂട്ടലുകളും ഒക്കെ കൊണ്ട് റസൂല് നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുന്നു. എന്തൊരു സ്നേഹമാണ് എൻ്റെ അനുയായികളെ. ഈ നേതാക്കന്മാരൊക്കെ വരുമ്പോൾ ഇവന്റ് മാനേജ്മെന്റിന്റെ ഈ അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ടാണല്ലോ എൻ്റെ ആ ഒരു ഗമ. എന്നെ നിങ്ങൾ ശരിക്കും പരിഗണിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അവിടുത്തെ ദീപാലങ്കാരങ്ങൾ, ആ ഭക്ഷണങ്ങൾ, അവർക്കൊരുക്കുന്ന സ്വീകരണ പരിപാടികളുണ്ടല്ലോ, അത് നോക്കിയിട്ടാണല്ലോ നമ്മൾ നമ്മുടെ നേതാവിന്റെ വലിപ്പം പറയണത്. റസൂലെങ്ങാനും ഇങ്ങോട്ട് മടങ്ങി വന്നാൽ കൊള്ളാം, എന്താ മുത്തുമുഅ്മിനീകളുടെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് നമ്മളെയൊക്കെ ഒന്ന് തോളി തട്ടൂന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താണ് റസൂലിന്റെ പേരിലെ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ജീവിതത്തിലെ തൗഹീദ് പ്രഖ്യാപിച്ചിട്ട് ആ തൗഹീദിനനുസരിച്ച് ജീവിച്ച ഒരു പ്രവാചകന്റെ ജീവിതം പോലെ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന നമ്മള് ശിർക്കിനും ഖുറാഫാത്തിനും സമാനമായ രീതിയിൽ ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയും മാറ്റിയെങ്കിൽ അല്ല, പ്രവാചകന്റെ ആസാറുകളെ തന്നെ, മുസ്ലിം സമുദായത്തെ തന്നെയല്ല, ഇവിടെയുള്ള ഇസ്ലാമേതര സമൂഹത്തെ പോലും ലജ്ജിപ്പിക്കുമാറ്, ഇസ്ലാമിന്റെ ആസാറുകൾക്ക് കളങ്കമുണ്ടാക്കുമാറ് പ്രസ്താവന നടത്തുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. റസൂലിന്റെ ആസാറിന്റെ ബർക്കത്തിനെ തൊട്ട് ആർക്കും എതിരഭിപ്രായമില്ല കേട്ടോ. റസൂല് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സഹാബത്തുകൾ അങ്ങനെയാണ്, ആസാറുകളിൽ തൊട്ടിട്ടാണ് സഹാബികൾ ആനന്ദം കണ്ടെത്തിയിരുന്നത്. റസൂലിനെ മുത്തുന്നവർ, റസൂലിന്റെ ശരീരത്തിൽ തൊടുന്നവർ, അതൊക്കെ സ്വാഭാവികമാണ് അല്ലേ? ഇതിനൊന്നും ആരുമെതിരല്ല. ഒരു തെളിവുമില്ലാതെ കൃത്രിമത്വവും വ്യാജവും നിർമ്മിച്ച് തങ്ങളുടെ പൗരോഹിത്യ നിലനിൽപ്പിന്റെ അടിത്തറ പാകുമ്പോൾ അവിടെ കളങ്കപ്പെടുത്തുന്നത് റസൂലല്ലേ, അല്ലാഹുവല്ലേ, ഇസ്ലാമല്ലേ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുമ്പോൾ ആ ഒരു ഉത്തമ മാതൃകക്കെതിരായിക്കൊണ്ട് ഒരിക്കലും തന്നെ ചലിക്കുവാൻ നമുക്ക് പാടില്ല. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിൽ പോലും, ചെരുപ്പിടുന്നിടത്ത് പോലും അല്ലേ, മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നിടത്ത് പോലും റസൂൽ ഒരു ഉത്തമമായ മാതൃക സമ്മാനിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മതാചാര്യന്മാരില്ലേ? ആരാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ബാത്റൂമിലേക്ക് കടക്കുമ്പോൾ അവിടെ ഇന്നത് പോലെ ചെയ്യണം, ഇടത്തുകാല് മുന്തിക്കണം, പുറത്തിറങ്ങുമ്പോൾ വലത്തുകാല് വെക്കണം, കഴുകി ശുദ്ധീകരിക്കണം അല്ലേ, തലമറക്കണം, എന്തൊക്കെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, കഴുകണം അല്ലേ, ഒരു അരികിൽ നിന്ന് കഴിക്കണം. റസൂലിന്റെ ചര്യയാണ് ഇതൊക്കെ. നിങ്ങളിങ്ങനെ വലിച്ചു വാരി കഴിക്കരുത്, ഭക്ഷണം മൂടി വെക്കണം, രോഗങ്ങൾ വരാതെ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം അല്ലെ? റസൂലിന്റെ കാലത്ത് റസൂലിന്റെ അടുത്ത് സമ്മാനമായി വെച്ച ഭിക്ഷങ്കരൻ വൈദ്യൻ ആ കാലഘട്ടത്തിലെ ജീവിച്ച സഹാബിമാരെ ചികിത്സിക്കാൻ രോഗമില്ലാതെ തിരിച്ചു പോയിട്ട് പറഞ്ഞു, നമ്മൾ അവരുടെ ജീവിത രീതി കൊണ്ട് ആ സമൂഹത്തിന് രോഗമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആശുപത്രിയിലാരാ? മുസ്ലിങ്ങളല്ലേ. ഏറ്റവും കൂടുതൽ രോഗികൾ ആ പ്രവാചകന്റെ അനുയായികളാണ്. അവിടെ റസൂലിനൊരു മാതൃകയുണ്ടായിരുന്നു. ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളിലും അവിടെ ഒരു മാതൃകയുണ്ടായിരുന്നു. ജീവിതത്തിൽ റസൂലിന്റെ ആ മാതൃക നമ്മൾ പാടെ വിസ്മരിച്ചു. അതേസമയം നമ്മൾ കർമ്മശാസ്ത്ര അനുഷ്ഠാന മേഖലകളിൽ നമ്മൾ അത് വളരെ കൃത്യത പാലിച്ചു. രണ്ട് പ്രയോഗങ്ങളുണ്ട്, സാന്ദർഭികമായിട്ട് നിങ്ങളെ ഉണർത്തുകയാണ്. ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണ്. അല്ലാഹ് പറഞ്ഞ വർത്തമാൻ, അല്ലാഹുടെ വാക്ക് റസൂലിനെ കുറിച്ചിട്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ ജീവിത വിജയത്തിനില്ല, നമ്മൾ ഓരോ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ അന്വേഷിച്ച് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറില്ലേ? വ്യക്തിത്വ വികാസം, എൻ്റെ വ്യക്തിത്വത്തെ നന്നാക്കാൻ പറ്റിയ, അനുകരിക്കാൻ പറ്റിയ ഒരു മോഡൽ ക്ലാസ് കിട്ടാനാണ്. റസൂലിനോളം വ്യക്തിപ്രഭാവമുള്ള മനുഷ്യരുണ്ടോ? ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഗതി തന്നെയില്ലേ, നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ്. ഈ പെർസോൺ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുക കേട്ടോ. പെർസോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ പേഴ്സണാലിറ്റി എന്ന പദം ഉണ്ടായതത്രേ. പെർസോ എന്ന് പറഞ്ഞാൽ മുഖം മൂടി എന്നാണ്. അപ്പൊ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മാനേജർ, അതല്ലെങ്കിലും ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ, ഒരു എക്സിക്യൂട്ടീവ്, അദ്ദേഹം ഇങ്ങനെ ടൈയിട്ട് കോട്ടിട്ട് ഒരു പ്രത്യേക ഭാവത്തിൽ നമ്മളെപ്പോലെ ഇങ്ങനെ വല്ലാതെ ഒച്ച വെച്ച് വായ തുറന്ന് ചിരിച്ച് കൈകാലിട്ടൊക്കെ ഇങ്ങനെ കൈയും കാലൊന്നും പൊക്കി അവർ വർത്തമാനം പറയൂല. അവരുടെ ചുണ്ടുകൾ തന്നെ എത്ര തുറക്കണം, എത്ര ചരിയണം, ചിരിയുമ്പോൾ എത്ര പല്ല് കാണണം, അവരുടെ ഡ്രസ്സ് എങ്ങനെയായിരിക്കണം, കൈ എങ്ങനെയാണ് പിടിക്കേണ്ടത്,
ഒന്ന് ഒരല്പം ചരിവ് വേണമോ? അല്ലേ? നിങ്ങൾ നോക്കിക്കോ, ഒരു എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിച്ച് നോക്കിക്കോ. ഈ മനുഷ്യനെ വീട്ടിൽ ചെന്ന് എന്തായിരിക്കും? ഭാര്യയെ തല്ലാനോങ്ങി നിൽക്കുന്ന, അല്ലെ, നമ്മുടെ മുമ്പിൽ വളരെ മാന്യൻ, മടക്കി കുത്തി മദ്യപിച്ച് ജോലിയും കഴിഞ്ഞ് മദ്യപിച്ച് എന്നിട്ട് മക്കളെ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ടാ നിൽക്കുക. നിങ്ങൾ നോക്കൂ, ഇവരാണ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത്. എന്താ റസൂലിന്റെ ജീവിതം? ഒരിക്കലും സഹാബിമാരൊക്കെ കൂടെ ചെന്നിട്ട് ഐഷ റളിയല്ലാഹു അൻഹ, അവരുടെ പ്രിയ പത്നി ഐഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്നു. റസൂലിനെ അങ്ങാടിയിൽ ഞങ്ങൾക്കറിയാം, നല്ല വളരെ മാന്യത പുലർത്തും. മിമ്പറിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ മാന്യൻ. മൗലവി എങ്ങനെയല്ലേ? മിമ്പറിൽ ആളുകളിൽ സ്നേഹം, കാരുണ്യം, കൈകൊടുക്കൽ, കെട്ടിപ്പിടിക്കൽ. മൗലവി ഇതും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ? മക്കള് പേടിച്ചിട്ട് ഇങ്ങനെ വങ്ങപ്പ വരുന്നുണ്ട് എന്നുള്ളൊരു പേടിയിൽ ഇങ്ങനെ വാതിലിൻ്റെ മറവിൽ ഇങ്ങനെ വിറച്ചു നിൽക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർത്തു നോക്കും. ഐഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു അത്രേ, റസൂലിനെ ഞങ്ങൾ പൊതുമുഖത്ത് കണ്ടിട്ടുണ്ട്, വീട്ടിലെങ്ങനെയാണ് റസൂൽ? മറുപടിക്ക് താമസമൊന്നും ഉണ്ടായില്ല. കാന ഹുൽഖുഹു ഖുർആനൻ. ഒരു ഭാര്യയുടെ മറുപടിയാണ് റസൂലിനെ കുറിച്ച്. ഖുർആൻ ജീവിക്കുന്ന ഖുർആനാണ്. ആര്? നിങ്ങൾ ചോദിച്ച മനുഷ്യൻ, ഖാതിമുൽ അംബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക മേഖലകളിൽ മാത്രം കൃത്രിമത്വത്തോടുകൂടി പെരുമാറുകയും ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യനല്ലാതായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പച്ചയായ മനുഷ്യൻ എങ്ങനെയായിരിക്കണം? അതുകൊണ്ടാണല്ലോ റസൂലിനെ കുറിച്ചിട്ട് അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ് പറയുന്നത്. ആരാണ്? അവിടെ ചോദിക്കുകയാണ്, ഒരു മലക്കെങ്കിലും ആകണ്ടേ? അല്ലെങ്കിൽ കൂടെ സഹായത്തിനൊരു അത്ഭുത ബാലനെങ്കിലും കൂടെ വേണ്ടേ? അവിടെ അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? നിങ്ങൾ ന്യായം പറയും. മലക്കല്ലേ, മലക്കിനുണ്ടോ ഇപ്പോ കുടുംബമുണ്ടോ? മലക്കിനുണ്ടോ വിശപ്പ്? മലക്കിനുണ്ടോ ദാഹം? മലക്ക് പരിശുദ്ധന്മാരല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയുമാകാം. ഈ ന്യായം പറയരുത്. നിങ്ങളെപ്പോലെയുള്ള അനബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, നിങ്ങളിൽ നിന്നും എന്നെ വ്യത്യസ്തനാക്കുന്ന അസാധാരണത്വം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതിനപ്പുറം ജീവിതത്തിന്റെ ഓരോ ചുവടുവെപ്പുകളും മനുഷ്യനായി നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ മാറാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് കാണിച്ചു തന്നു. ഉസ്വത്തുൻ ഹസന. ഇവിടെ നമുക്ക് പറ്റിയത്, നമ്മൾ സുന്നത്ത് എന്ന് ധരിച്ചു വെച്ചത്, അല്ലേ? തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സക്തും ബിഹി കിതാബുല്ലാഹി വസുന്നതി. ഈ സുന്നത്ത് എന്ന് ധരിച്ചു വെച്ചത് എന്താ? നമ്മൾ സുന്നത്ത് നിസ്കാരം നമ്മൾ വളരെ ഭംഗിയായി നിർവഹിച്ചു, അല്ലെ? മിസ്വാക്ക് റസൂല് എപ്പോഴും ദന്തശുദ്ധീകരണം നടത്തുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ മിസ്വാക്കും പോക്കറ്റിലിട്ട് നടക്കാൻ തുടങ്ങി. അവിടെ മറ്റൊരു ഉസ്വത്തുണ്ട്. സുന്നത്ത് എന്നത് റസൂലിന്റെ വർത്തമാനമാണ്, ഉസ്വത്ത് എന്നത് അള്ളാഹുവിന്റെ വർത്തമാനമാണ്. റസൂല് മിസ്വാക്കിന് പല്ല് തേക്കുന്നതിന് സുന്നത്ത് പറഞ്ഞപ്പോ തന്നെ ആ പല്ല് തേച്ച് വൃത്തിയാക്കുന്നത് എന്തിനാണ്? നിങ്ങൾ മനുഷ്യനെ നോക്കി ചിരിക്കാനുള്ള പല്ലല്ലേ അത്? പല്ല് തേക്കുന്നവർ മുടങ്ങാതെ നിങ്ങൾ പല്ല് എപ്പോഴും മിസ്വാക്ക് ഉപയോഗിക്കുന്നവർ, നിങ്ങൾ എന്തേ മനുഷ്യനെ നോക്കി ചിരിക്കാൻ? റസൂല് ചിരിച്ച പോലെ ചിരിക്ക് സ്വതക്ക പറഞ്ഞ റസൂലിന്റെ അനുയായികൾ മനുഷ്യനോട് മനുഷ്യത്വമില്ലായ്മയോടുകൂടി പരുക്ഷമായി പെരുമാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? അല്ലെ? വെള്ളം ഇരുന്നേ കുടിക്കുകയുള്ളൂ. റസൂൽ ഇരുന്ന് കുടിച്ചു. ആ വെള്ളം ഞാൻ എവിടെ നിന്ന് സമ്പാദിച്ചു? ഞാൻ ഇരുന്ന് വശിക്കുമ്പോൾ റസൂലിന്റെ സുന്നത്തെടുക്കുന്നവൻ ആ ഭക്ഷണം സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിലാണോ? ആ മാർഗവും കൂടെ ഉസ്വത്തായിരിക്കണം. തട്ടിച്ച് വെട്ടിച്ച് പറ്റിച്ച് അനർഹമായി സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ സദക്ക ചെയ്തിട്ട് സദക്ക സുന്നത്താണെന്ന് പറഞ്ഞാൽ
അതിലെന്ത് റസൂല് മാതൃകയാണുള്ളത് സഹോദരന്മാരെ? ഞാനിടുന്ന വസ്ത്രം കയറ്റിയെടുക്കുമ്പോൾ തന്നെ അത് കളവ് മുതലാണെങ്കിൽ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരു പക്ഷേ റസൂലിന്റെ കർമ്മശാസ്ത്ര സുന്നത്തുകളേക്കാൾ വിശാലമാണ് റസൂലിന്റെ ഈ സാമൂഹിക തലത്തിലുള്ള റസൂലിന്റെ എന്ത് മാതൃക എന്ന് പറയുന്നത്. കഴിഞ്ഞ ഖുതുബയിലൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ, നമ്മുടെ നമസ്കാരവും നമ്മുടെ തലമറക്കലും ഒന്നും കണ്ടിട്ടല്ല ഇവിടുത്തെ പൊതുസമൂഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നേരെ മറിച്ചോ, റഹ്മത്തുൽ ആലമീനായിരുന്നു, കാരുണ്യമായിരുന്നു റസൂലും അനുയായികളും. അവരുടെ സ്നേഹവായ്പകൾ കണ്ടിട്ട്, പെരുമാറ്റ മര്യാദകൾ കണ്ടിട്ട്, സത്യസന്ധത കണ്ടിട്ട് കൊള്ളാലോ, ഇതാണ് ഇസ്ലാം, അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടത്. ഇസ്ലാമിന്റെ ആശയങ്ങൾ നല്ലതാണ് എങ്കിലും ഇസ്ലാമിൽപ്പെട്ട മുസ്ലിങ്ങളുമായി കൂട്ടുകൂടാൻ പറ്റാത്ത അത്ര നമ്മൾ മ്ലേച്ഛന്മാരായി മാറുന്നുവെങ്കിൽ എവിടെയാണ് സഹോദരന്മാരെ നമുക്ക് തെറ്റുന്നത്? നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ചോദിക്കൂ, നമ്മൾ മാറേണ്ടതില്ലേ? നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഈ റസൂലിന് നമ്മെ സ്നേഹിക്കാൻ, തിരിച്ച് സ്നേഹിക്കാൻ, എന്റെ അനുയായികൾ എന്നെ ഇഷ്ടപ്പെടുന്നു, ഓക്കെ, ഞാൻ തിരിച്ച് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ എന്ത് ക്വാളിറ്റിയാണ് നമുക്കുള്ളത്? സഹാബിമാരെ കുറിച്ച് പറഞ്ഞില്ലേ, കാന യംശി ഫിൽ അർളി ഖുർആനൻ, അവർ ഭൂമിയിലൂടെ നടന്നു വരുന്ന ഖുർആനാണ്. എവിടെ? ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മൾ ഇതുപോലെ ഓരോ മേഖലകളിലും നമ്മളൊരു മാതൃകാ ജീവിതം കാഴ്ചവെക്കാൻ, അല്ലെ? മാതൃകാ അധ്യാപകൻ എന്ന് നമ്മൾ പറയാറില്ലേ? മാതൃകാ സ്കൂൾ എന്ന് പറയാറില്ലേ? നമുക്ക് അനുകരിക്കാൻ പറ്റിയ ഒരു മാതൃക ഉണ്ടാവണം. നമ്മുടെ മാതൃക ആരാണ്? റസൂല്. റസൂലിന്റെ മാതൃകയാണ് നമുക്ക് ഇവിടത്തെ ഈ അധർമ്മങ്ങൾക്കെതിരിൽ, അനാശാസ്യങ്ങൾക്കെതിരിൽ, അക്രമങ്ങൾക്കെതിരിൽ, അനീതികൾക്കെതിരിൽ, തെറ്റായ കീഴ്വഴക്കങ്ങൾക്കെതിരിൽ ഇവിടത്തെ മനുഷ്യന് ഒരു അത്താണി ആവശ്യമായിരിക്കെ, ഒരു മോചനം ആവശ്യമായിരിക്കെ, അവർക്കൊന്ന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ ഇവിടെ മുസ്ലിങ്ങളുണ്ടോ? ഞാനും നിങ്ങളെയും നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് സന്തോഷം ലഭിക്കുമെന്ന് പറയാൻ, എനിക്ക് സമാധാനം വരുമെന്ന് പറയാൻ, എനിക്ക് നീതി വരുമെന്ന് പറയാൻ നമ്മളിൽ ആ ഗുണം ഇവിടത്തെ പൊതുസമൂഹത്തിന് നമുക്കുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഒരു വീണ്ടും വിചാരം നടത്തണം. നമ്മളൊരു വീണ്ടും വിചാരം നടത്തണം. റസൂലിനോട് നാം സ്നേഹം കാണിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശം റസൂലിന് നമ്മെ അംഗീകരിക്കാവുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുക എന്നതാണ്. ഇതാണ് ഉസ്വത്തും സുന്നത്തും എന്ന് പറയുന്നത്. ആ ഒരു ഉത്തമ മാതൃക ജീവിതത്തിൽ സമ്മാനിച്ചുകൊണ്ട് നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ് റസൂൽ ഇവിടെ നിന്നും പോയത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് യാതൊരു ചിത്രങ്ങളുമില്ല, ഒരു ഫോട്ടോ പോലുമില്ല. നമ്മൾ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ അതല്ലെങ്കിൽ ഓഫീസുകളിലും സ്കൂളുകളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന തലങ്ങളിൽ വലിയ വലിയ മഹാന്മാര് തറക്കല്ലിടുന്നത്, ദാനം കൊടുക്കുന്നത്, അല്ലേ? എന്തിനാണ് അങ്ങനെ ഒരു ഫോട്ടോ? സമ്മാനദാനമൊക്കെ കൊടുക്കുക, ഓരോന്നിനും ഫോട്ടോ വെക്കാറില്ല. എന്തിനാണ് ഫോട്ടോ? ഈ ആൾ ചെയ്യുന്നത് വലിയൊരു മഹത്കർമ്മമാണ്. ഒരു ഫോട്ടോ പോലും ഇല്ലാതെ 1400 വർഷമായി അന്ന് തൊട്ട് ഇന്ന് വരെ 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യൻ ചർച്ചയാക്കപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ ഈ പരിഷ്കൃത യുഗത്തിൽ വലിയ വലിയവന്മാർ, ഞാനാണ് കേമനെന്ന് അവകാശപ്പെടുന്നവർ ഉണ്ടായിരിക്കെ തന്നെ അവരുടെ വ്യക്തി ജീവിതം വളരെ മോശവും അനുകരിക്കാൻ പറ്റാത്തതുമായിരിക്കെ തന്നെ 6-ാം നൂറ്റാണ്ടിലെ ഒരു പ്രതിപുരുഷൻ, പ്രതിനായകൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്മരിക്കപ്പെടുന്നുവെങ്കിൽ ആ മാതൃകയുടെ പ്രത്യുത്തരമായി, ഷഹാദത്തായി, സാക്ഷ്യമായി മുസ്ലിം സമൂഹം നിലകൊണ്ടെങ്കിലേ വരും തലമുറക്ക് ഈ പ്രവാചകന്റെ അനുയായികളിലൂടെ വിമോചനം ലഭിക്കുകയും കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് മതപരമായും സാംസ്കാരികവുമായ ജീർണതകൾ
മാറ്റിവെച്ചുകൊണ്ട് ആ റസൂലിന്റെ യഥാർത്ഥ ജീവിതത്തെ പഠിക്കാൻ ശ്രമിക്കുക. വെറും ഒരു ആത്മീയ പുരുഷൻ എന്നതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ, മനുഷ്യ സമൂഹം ആവശ്യപ്പെടുന്ന മാതൃക നമ്മിൽ നിന്ന് നൽകുവാൻ, അനുഭവിക്കുവാൻ റഹ്മത്തുൽ ആലമീനായ റസൂലിന്റെ അനുയായികൾ അവരിൽ നിന്ന് കാരുണ്യം അനുഭവിക്കുവാൻ, സ്നേഹം അനുഭവിക്കുവാൻ, മാതൃക കണ്ടെത്തുവാൻ ഈ സമൂഹത്തിന് കഴിയണം. അപ്പോഴേ റസൂലിന്റെ സ്നേഹം നമ്മളിലൂടെ പുറത്ത് പ്രകടമാവുകയുള്ളൂ, പ്രായോഗികമാവുകയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന എല്ലാ വിഷമതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ച ആ യഥാർത്ഥ ഉമ്മത്തുൽ മുസ്ലിമയുടെ പ്രതിരൂപമായി മാറുവാൻ, മാനസികമായി മാറുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമതകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് പരിഹാരമുണ്ടാക്കി തരുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, പാവങ്ങളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ ദുഷ്പ്രചരണങ്ങളിൽ എല്ലാത്തിലും ബലിയാട് ദൗർഭാഗ്യവശാൽ മുസ്ലിം സമുദായമായിരിക്കെ പടച്ചവനെ, ഈ പാവങ്ങളെ നീ കൈവിടരുത് തമ്പുരാനെ. ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലനിൽപ്പ് ശാന്തിയായി നിന്നുകൊണ്ട് നിന്റെ ദാസനായി, വിനീത ദാസനായി ജീവിച്ചുകൊണ്ട് നാളെ നിന്നെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾ, രോഗങ്ങൾ, വാർദ്ധക്യങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഉറ്റവർ, ഉടയവർ നാളെ നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل وسلم على رسولك سيدنا ونبينا ومولانا محمد الله عليه